ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡിബേറ്റ് അല്ലെങ്കിൽ കേരള സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അല്ലെങ്കിൽ ബാർപ്പ്, ഇപ്പോൾ ബാർപ്പിലേക്ക് മാറി, സർട്ടിഫിക്കേഷനിൽ കേരളത്തിന് റാങ്ക് നമ്പർ 1 കിട്ടിയെന്നാണ് സർക്കാരും വ്യവസായ മന്ത്രിയും ആവർത്തിച്ച് എല്ലാ ഫോറത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈവൻ നിയമസഭയിലും അദ്ദേഹം കേരളത്തിന് നമ്പർ 1 റാങ്ക് കിട്ടി എന്ന് പറഞ്ഞു. പൊളിറ്റിക്സിൻ്റെ ഡിസ്കോഴ്സിൽ, ഈ രാഷ്ട്രീയ സംവാദങ്ങളിൽ നിങ്ങളുടെ നിലവാരം ഉയരേണ്ടത് വളരെ അനിവാര്യതയാണ്. കാരണം ജനങ്ങൾക്ക് രാഷ്ട്രീയ സംവാദങ്ങളിലോ രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റ്സിലോ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിലോ ഈവൻ മന്ത്രിമാരിലോ സർക്കാരിലോ ഒക്കെ വിശ്വാസം ഉണ്ടാകാൻ, വിശ്വാസം ജനിപ്പിക്കാൻ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ എൻ്റെ ഉദ്ദേശം എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് ഇനിയിപ്പോൾ ആരെയെങ്കിലും മോശക്കാരാക്കുക എന്നുള്ളതല്ല. പക്ഷേ ദിസ് ആൻ ഏർണസ്റ്റ് അറ്റംപ്റ്റ്, ഒരു സിൻസിയർ ആയിട്ടുള്ള അറ്റംപ്റ്റാണ്. അതായത് ഈ ഡിബേറ്റിൻ്റെയും ഡിസ്കോഴ്സിൻ്റെയും ക്വാളിറ്റി റേസ് ചെയ്യണം. ക്വാളിറ്റി റേസ് ചെയ്യാൻ നമ്പർ 1 വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഷുഡ് ബി ഓണസ്റ്റ്, വി ഷുഡ് ബി സിൻസിയർ, വി ഷുഡ് ബി ട്രാൻസ്പെറൻറ്റ്. നിങ്ങൾ സംസ്ഥാന സർക്കാർ ഏതെങ്കിലും നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു സംശയവും അത് അംഗീകരിക്കാനും അത് അപ്രീഷിയേറ്റ് ചെയ്യാനും ഒരു മടിയുള്ള ആളുകളല്ല. അല്ലെങ്കിൽ ഞാൻ നിയമസഭയിൽ അടക്കം ഈ കാര്യം സർക്കാർ ചെയ്തതിന് ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് ഞാൻ എത്ര വട്ടം ഞാൻ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എൻ്റെ നിയമസഭാ പ്രസംഗത്തിൻ്റെ റെക്കോർഡ്സ് നോക്കി അറിയാം. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു റിസർവേഷനുള്ള ആളുകളല്ല. പക്ഷെ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിൽ അവർ പരീക്ഷിച്ച് വിജയിച്ചു എന്നതുകൊണ്ട് അവർ പറയുന്നത് അവർ ഈ വ്യാജം പ്രചരിപ്പിച്ച് വിജയിക്കാം, വ്യാജം പ്രചരിപ്പിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാം, സമൂഹത്തെ പറ്റിക്കാമെന്ന് ധരിക്കുന്നിടത്താണ് നമ്മുടെ പ്രോബ്ലം. ഐ എം കമ്മിങ് ടു ദ പോയിന്റ്. അതായത് പി രാജീവിൻ്റെ ക്ലെയിം, നമ്പർ 1 ക്ലെയിം എന്ന് പറയുന്നത് ഈ തവണത്തെ ബാർപ്പ് റാങ്കിങ്ങിൽ അല്ലെങ്കിൽ ആ എക്സസൈസിൽ പ്രോസസ്സിൽ കേരളം നമ്പർ 1 റാങ്ക് കിട്ടി എന്നുള്ളതല്ലേ നിങ്ങളോടും പറഞ്ഞിട്ടുള്ളത്. പത്രക്കാരും നിരവധി പേരും ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്, സ്റ്റേറ്റ്മെൻറ്റ് അതാണ്, നിങ്ങളെല്ലാം പബ്ലിഷ് ചെയ്തതാണ്. ഞാൻ ഫസ്റ്റ് അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവില്ല. ഫോർച്ചുനേറ്റ്ലി, അതായത് എപ്പോഴും നമ്മളിങ്ങനെ കള്ളം പറഞ്ഞ് പോകുമ്പോൾ മുകളിൽ ഒരാളുണ്ടെന്ന് ഓർക്കണം, എന്തെങ്കിലും ഒരു കാര്യം കാണും. റീസെൻ്റ് ആയിട്ട് ഒരാൾ അപ്ലൈ ചെയ്തിട്ട് കേന്ദ്ര സർക്കാർ നൽകിയ RTI റിപ്ലൈ ആണ് എൻ്റെ കയ്യിലുള്ളത്. RTI റിപ്ലൈ 10ാം മാസം 2024 ഇത് ചെയ്ത് ആ RTI റിപ്ലൈയുടെ ഞാൻ 1-2 കോപ്പീസ് നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ഞാനത് വായിച്ചോളാം. ഞാൻ വായിക്കാം. This is with reference to the RTI application number so and so received from RTI and provide the following information. RTIയിൽ വളരെ സ്പെസിഫിക് ആയി ചോദിക്കുകയാണ്, റാങ്ക് obtained by Kerala state in the ease of doing business in the last 5 years. Which state got first, second and third place in ease of doing business rank in the latest available ease of doing business ranking? അതിന് 1നും 2നും ചേർത്ത് ഗവൺമെൻറ് നൽകിയ റിപ്ലൈ, ഗവൺമെൻറ് അതായത് കേന്ദ്ര സർക്കാർ ഫസ്റ്റ് റാങ്ക് കൊടുത്തു എന്നാണല്ലോ പി രാജീവ് അവകാശപ്പെടുന്നത്. 1 and 2, സിൻസ് DPIIT does not release ease of doing business ranking of states and UTs, therefore no state UT is ranked as first, second and third. ഞാൻ ഒന്നുകൂടി പറയാം, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള മറുപടിയാണ് ഞാൻ വായിക്കുന്നത്. റാങ്ക് obtained by Kerala state in ease of doing business in the last 5 years എന്നുള്ള ക്വസ്റ്റ്യൻ, which state got first, second and third place in EOD ranking in the latest available EOD ranking എന്ന ചോദ്യം നമ്പർ 2. 2നും ചേർത്ത് പറയുന്ന മറുപടിയാണ്, സിൻസ് DPIIT does not release ease of doing business ranking of states and UTs, therefore no state UT is ranked as first, second and third. ഇനി 3ാമത്തെ ചോദ്യം, is there any pecking order based in the recent BRAP facilitation? In this BRAP, which state got first rank? അപ്പോൾ ഇതിന് സ്വാഭാവികമായിട്ടും രാജീവ് ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കഴിഞ്ഞു, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല, ഇപ്പോൾ ബ്രാപ്പാണ്. ഇപ്പോൾ ബ്രാപ്പിലാണ് ഞങ്ങൾക്ക് റാങ്കിങ് കിട്ടി. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ റാങ്കിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടത്തില്ല എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ മറുപടി. അതിന് വേണ്ടി 3ാമത്തെ ചോദ്യം, ഈസ് ദർ എനി പെക്കിംഗ് ഓർഡർ based in the recent BRAP facilitation? In this BRAP, which state got first rank? അതിൻ്റെ മറുപടി, under BRAP
Based on user feedback, states' UTs are placed into 4 categories: top achievers, achievers, fast movers, and aspirers. This means there is no ranking. There is no ranking provided by the central government. ഞാൻ കഴിഞ്ഞ ദിവസം ആവർത്തിച്ച് സർക്കാരിനോടും പി രാജീവിനോടും ചോദിച്ചാണ്, ഇഫ് ദർ ഈസ് എ റാങ്കിങ്, ജസ്റ്റ് ഷോ ഇറ്റ് ടു ദ പബ്ലിക്. ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. മേ ബി ഞാനിപ്പോൾ ഞങ്ങളുടെ റിസർച്ചിൽ, ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിയാത്ത കാര്യമാണെങ്കിൽ നാച്ചുറലി അവർ പറഞ്ഞാൽ നമുക്ക് കണ്ടെത്താമല്ലോ.